ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഈ കൊള്ളുന്ന ചൂടിന് കഴിക്കാനായിട്ട് നല്ലൊരു സർബത്ത് ഉണ്ടാക്കിയാലോ. സ്പെഷ്യൽ സർബത്ത് ഉണ്ടാക്കാനായി ഒരു പ്രൊമോഗ്രനേറ്റ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഇളനീരാണ് എടുക്കുന്നത്. ഇളനീര് ഉരിച്ച് ഇനി ഇതൊന്ന് പൊട്ടിച്ചെടുക്കണം. പൊട്ടിച്ചതിൻ്റെ വെള്ളം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതിൻ്റെ കാമ്പ് ഇനി ഇതിൽ നിന്ന് ഇളക്കിയെടുക്കണം. കാമ്പ് അധികം മൂക്കാത്ത ഇളനീരാണ് എടുക്കേണ്ടത്. കാമ്പ് സോഫ്റ്റ് ആയിട്ടുള്ള ഇളനീരെടുക്കണം. വെള്ളം മാറ്റി വെച്ച് കാമ്പെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കത്തി കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഇളനീര് ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാം. ഇളനീരെല്ലാം ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് മധുരം വേണമെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കാം. അല്ല ഇളനീരിൻ്റെ മധുരം മതിയെങ്കിൽ അങ്ങനെ മധുരം ചേർക്കണ്ട. കുറച്ച് മധുരം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്ത് ഇനി എടുത്ത് വെച്ച പ്രൊമോഗ്രനേറ്റും കൂടെ ഇതിലേക്കിട്ട് അടിച്ചെടുക്കാം. ഇതിലേക്ക് ഇളനീരിൻ്റെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. അടിക്കുന്ന സമയത്ത് ഇളനീരിൻ്റെ വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇനി ഇത് അരിപ്പയിലേക്ക് ഒഴിച്ച് അരിച്ചെടുക്കണം. ഈ പ്രൊമോഗ്രനേറ്റിൻ്റെ ചെറിയ ചെറിയ തരി ഇതിലുണ്ടാവും, അതുകൊണ്ടാണ് ഇത് അരിച്ചെടുക്കുന്നത്. ആദ്യം മിക്സി ജാറിൽ പ്രൊമോഗ്രനേറ്റ് അരിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇളനീരും പഞ്ചസാരയും തേങ്ങാവെള്ളവും കൂടെ അടിച്ചെടുത്താൽ മതി. അങ്ങനെയാകുമ്പോൾ ഇളനീര് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. പ്രൊമോഗ്രനേറ്റ് മാത്രം അരിച്ചെടുത്താൽ മതി. ഇതിൻ്റെ ചെറിയ ചെറിയ തരി ഇതിലുണ്ടാവും. ഇത് കുറച്ച് കട്ടിയായിട്ടുണ്ടെങ്കിൽ അരിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് കട്ടിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അരിച്ചെടുത്താൽ മതി. ഇളനീര് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ദാഹം മാറാനും ക്ഷീണം മാറാനും വിശപ്പ് മാറാനും ഒക്കെ പറ്റിയ നല്ലൊരു സർബത്ത് റെഡിയായി. ഇതുപോലെ ഇളനീര് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ കുടിക്കും. അവരുടെ ക്ഷീണവും ദാഹവും വിശപ്പും ഒക്കെ മാറിക്കിട്ടും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സർബത്താണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. നല്ലൊരു വീഡിയോവുമായി നാളെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.